സ്ത്രീധന പീഡനത്തെ തുടർന്ന് മരിച്ചെന്ന് പറഞ്ഞ യുവതിയെ ജീവനോടെ കണ്ടെത്തി. ഉത്തർപ്രദേശിലെ ഗാസിപ്പൂർ സ്വദേശിയായ രുചിയാണ് ജീവനോടെ കണ്ടെത്തിയത്. മധ്യപ്രദേശിലെ ഗ്വാളിയോറിൽ ആൺ സുഹൃത്തിനൊപ്പമായിരുന്നു രുചി. ഇക്കഴിഞ്ഞ ഒക്ടോബറിലാണ് രുചിയെ ഭർത്താവും ബന്ധുക്കളും കൊലപ്പെടുത്തിയെന്ന് അമ്മ പരാതി നൽകിയത്. ഇവരുടെ ഭർത്താവിനെയും അമ്മയെയും സഹോദരിമാരെയും പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു. അപർണ കാർത്തിക നമുക്കൊപ്പം. അപർണ കാർത്തിക, ഇത് എന്താണ് സംഭവിച്ചത്? ആരും അറിയാതെ അപ്പോൾ ഇത്രയും കാലം അവർ വേറൊരിടത്ത് ജീവിക്കുകയായിരുന്നു. ആരും അറിയാതെ ജീവിച്ചു എന്ന് പറയാൻ പറ്റില്ല. കാരണം പോലീസിൽ പരാതി നൽകിയത് ഇവരുടെ അമ്മയാണ്. രുചിയുടെ അമ്മയാണ് ഇവർ സ്ത്രീധന പീഡനത്തെ തുടർന്ന് ഭർത്താവിന്റെ വീട്ടിൽ വെച്ച് മരിച്ചു എന്ന് പറഞ്ഞ് പോലീസിൽ പരാതി നൽകിയതും ആ പരാതിയാണ് പോലീസ് അന്വേഷിക്കുകയും ചെയ്തത്. പക്ഷേ ഈ ഘട്ടങ്ങളിലെല്ലാം തന്നെ രുചിയുടെ അമ്മയുമായി ഇവർ കൃത്യമായി ഫോണിൽ ബന്ധപ്പെട്ടിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. പോലീസ് നടത്തിയ വിശദമായ അന്വേഷണത്തിൽ ആദ്യഘട്ടം എന്ന നിലയിൽ ഇവരുടെ ഭർത്താവിൻ്റെ അമ്മയെയും സഹോദരിമാരെയും കസ്റ്റഡിയിലെടുത്തിരുന്നു. അവരെ ചോദ്യം ചെയ്തതിന്റെ പശ്ചാത്തലത്തിലാണ് ഇവർ നാടുവിട്ടു പോയതാണ് എന്നുള്ളൊരു സംശയം പോലീസിന് വരുന്നത്. ആ സംശയമാണ് അവസാനം അവരുടെ മൊബൈൽ നമ്പർ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണം, മൊബൈൽ ടവർ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ മധ്യപ്രദേശിലെ ഗ്വാളിയോറിന് സമീപം ആ മൊബൈൽ വർക്ക് ചെയ്യുന്നുണ്ടെന്ന് കണ്ടെത്തുകയും ആ രീതിയിൽ അന്വേഷണം മുന്നോട്ട് പോവുകയും ചെയ്തത്. അതിനൊടുവിലാണ് കഴിഞ്ഞ ഏതാനും മാസങ്ങളെ അവരുടെ ആൺ സുഹൃത്തിനോടൊപ്പം ഗ്വാളിയോറിൽ അവർ താമസിക്കുന്നതായി ശ്രദ്ധയിൽപ്പെടുകയും അവിടെ പോയി പോലീസ് ഇവരെ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഇതൊരു വ്യാജ പരാതിയായിരുന്നു എന്ന് ബോധ്യം വന്നതിന് ശേഷമാണ് ഇവരെ കണ്ടെത്താനുള്ള ശ്രമം തുടങ്ങിയത്. നമ്മൾ മലയാള സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ട്, പഞ്ചാബി ഹൗസ് പോലുള്ള സിനിമയിലൊക്കെ മരിച്ചു എന്ന് വരുത്തി തീർത്ത ആൾ വേറെ സ്ഥലത്ത് പോകുന്നു. അതിന് സമാനമായ ഒരു സംഭവമാണ് ഇവിടെ നടന്നിട്ടുണ്ടായിരുന്നത്. എന്തായാലും ഈ കേസിനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ, കാരണം ഇതൊരു ആൾമാറാട്ട കേസ് കൂടിയായി രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ആ രീതിയിലാണ് ഇപ്പോൾ അന്വേഷണം പുരോഗമിക്കുന്നത്. ഓക്കെ, താങ്ക് യു. അപർണ കാർത്തികയാണ് വിവരങ്ങൾ നൽകി.